അപ്പോഴേ ഇറങ്ങുകയാണെങ്കിൽ നല്ല തൈരും കൂട്ടി ബ്രാഹ്മണ ചാപ്പറ അടിച്ചിട്ട് പോവാം. ഇല്ല, ഞാൻ വീട്ടിലേക്ക്. എന്നാ വിട്ടോളൂ. കാവേരി, കാവേരി, അവിടെ വന്നേ. എന്താ ഇവിടെ? ഞാൻ കടയിൽ വന്നതാ. നീ എന്താ ഇപ്പം വീട്ടിലേക്ക് വരാത്തെ? ഒന്നുമില്ലണ്ണ, വീട്ടിൽ കുറച്ച് ജോലി ഉള്ളതുകൊണ്ട്. കള്ളം പറയരുത്. നീ എന്റെ മുഖത്തേക്ക് നോക്കി. നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? സത്യം പറ, ട്രീസ് എന്തെങ്കിലും പറഞ്ഞു? അതെ, അവളോട് ഇവിടെ വരണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിനുള്ള കാര്യം എന്താണ് ഞാൻ ചോദിച്ചത്? അതെ, എന്നെ കൊണ്ട് തന്നെ പറയിക്കണോ? പറയണം. ഇവിടെ വരാതിരിക്കാൻ മാത്രം അവൾ എന്ത് തെറ്റാ ചെയ്തെന്ന് എനിക്ക് അറിയണം. ഞാൻ വെറും മണ്ടിയൊന്നുമല്ല, ചിലതൊക്കെ കണ്ടാ എനിക്ക് മനസ്സിലാവും. നീ എന്ത് കണ്ടു നീ പറയണേ? കുറെ നാളായി കൊത്തും കോളും ഒപ്പിച്ചോന്ന് പറയാൻ തുടങ്ങിയിട്ട്. ഒന്നും കണ്ടില്ല കേട്ടില്ലെന്ന് പറഞ്ഞ് അടങ്ങിയിരിക്കുമ്പം. ഞാനും കണ്ടില്ല കേട്ടില്ല നടിച്ചു തന്നെയാ നടക്കണത്. ഏതായാലും ഇവിടെ വന്നു പോയില്ലേ, അടങ്ങാതെ പറ്റുമോ? വന്ന് അന്ന് മുതൽ കാണാൻ തുടങ്ങിയതാ ഓരോ കോപ്രായങ്ങള്. ഇതൊന്നും ആർക്കും മനസ്സിലാവില്ലെന്ന് വിചാരിക്കണ്ട. തിരക്കാണത്രേ തിരക്ക്. ആണ്ടിലും കൊല്ലത്തിലും ഒരിക്കല് നാട്ടിൽ ഒന്നൊന്ന് തലയെത്തിച്ച് നോക്കിട്ട് പോകും, നാട്ടുകാരെ ബോധിപ്പിക്കാൻ. നീ എന്തൊക്കെയായി പറയണേ? കൊഞ്ചിക്കാനും കൊഴിക്കാനും വേറെ ആളുണ്ടെങ്കിൽ പിന്നെ എന്നെ എന്തിനെങ്കിലും വേഷം കെട്ടിക്കണേ? ഞാനങ്ങ് മാറി തന്നേക്കാൻ പോരെ? വെറുതെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ പറയണത് അനാവശ്യം. കെട്ടിക്കാൻ പ്രായ ഒരു പെണ്ണിനെ പിടിച്ച് രാത്രി കൂട്ടിന് നടത്തണ അനാവശ്യമല്ല. ചവിട്ടി നോക്കാൻ പഠിക്കും. കൊല്ല് കൊല്ല്, ഇതിലും ഭേദാ. കൊല്ലവിടെ നിന്നെയൊക്കെ അതാ വേണ്ടേ? കുടുംബത്തിൽ പൊറപ്പിക്കാൻ കൊള്ളാത്ത നിന്നെയൊക്കെ കൊന്നിട്ട് ജയിലിൽ പോയാ അതിനുകൊണ്ടൊരു അന്തസ്. നീ പറഞ്ഞത് ശരിയാ, അവളെ ഞാനാ പൊറപ്പിക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ചോളൂ, ഞാൻ ഇവിടെ പൊറപ്പിക്കും. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാ ചെയ്യ. തമിഴ്നാടിന്റെ ബോർഡർ കടന്ന് നമ്മുടെ നാട്ടിലെ കാറ്റ് ദേഹത്ത് കൊള്ളാൻ തുടങ്ങും ഒരു 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 വെമ്പല. ഭാര്യയും മക്കളെയും സഹോദരങ്ങളെയും ഒക്കെ ഒന്ന് കാണാൻ, പഴയ കൂട്ടുകാരെ കണ്ട് ചങ്ങാത്തം പുതുക്കാൻ. അത് വല്ലത് ഇവര് മനസ്സിലാക്കുന്നുണ്ടോ? അതൊരു വാസ്തവ. ഇല്ലത്തെത്തിയ അമ്പലക്കുളത്തിലൊന്ന് മുങ്ങിക്കുളിച്ച് ക്ഷേത്രത്തിനകത്ത് കയറി ഒന്ന് തൊഴുത് ശങ്കരൻ പാന്തയുടെ വീട്ടിലേക്കുള്ള കുണ്ടനട വഴി കയറി നമ്മുടെ താശുമാന്റെ ചായക്കിടന്നൊരു ചായയും കുടിച്ചിരിക്കുന്ന സുഖം. ഓ, കൊതിയാവണു. ഇതങ്ങോട്ട് പിടിക്ക. നമുക്കൊക്കെ ഇങ്ങനെ കൊതിക്കാമെന്നല്ലാതെ വല്ല കാര്യമുണ്ടോ? അപ്പൊ ചോദിക്കും, എന്നാ പിന്നെ നാട്ടിൽ പോയിക്കൂടെ? ഇതൊക്കെ കെട്ടിപ്പറക്കി നാട്ടിൽ പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. അവിടെ നിന്നിട്ട് ഒരു രക്ഷയില്ലാഞ്ഞിട്ടാ 10-20 കൊല്ലം മുമ്പ് ഈ തമിഴ്നാട്ടിലോട്ട് വണ്ടി കയറിയത്. അതും വണ്ടിക്കൂലി കടം വാങ്ങിച്ചിട്ട്. തനിക്ക് കടം തരാനെങ്കിലും ആളുണ്ടായിരുന്നു. ഞാൻ കള്ളവണ്ടി കയറിയ വന്നേ. ഇങ്ങനെ ഒരു ബിസിനസ്സുകാരനാവാനും ബിസിനസ് ഈ നിലയിൽ എത്തിക്കാനും ഞാൻ അനുഭവിച്ച വിഷമതകളൊന്നും ഇവരെ ആരെയും അറിയിച്ചിട്ടില്ല. ദിവസങ്ങളോളം പട്ടിണി കിടന്നിട്ടുണ്ട്, ഈ ബസ് സ്റ്റാൻഡിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ആർക്ക് വേണ്ടിയാ? എന്റെ ഒരാളുടെ സുഖം നോക്കാനാണെങ്കിൽ രാപ്പകലില്ലാതെ കഷ്ടപ്പെടേണ്ട കാര്യം ഇന്ന് എനിക്കില്ല. ഉണ്ടോ? എനിക്കുണ്ടോ? എന്നിട്ട് മനസ്സാ വാചാ ചിന്തിക്കാത്ത കാര്യങ്ങള് കണ്ണി ചോരയില്ലാതെ മുഖത്ത് നോക്കി പറയുമ്പോ അക്കാര്യം വിടുക. പറയാവുന്നതും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞില്ലേ? പറയാത്ത വാക്കിന്റെ യജമാനൻ നമ്മളും പറഞ്ഞ വാക്ക് നമ്മുടെ യജമാനും എന്നാണ് കാരണന്മാര് പറയാ. പക്ഷേ തിരുവനിക്കറിയോ, ഇന്ന് വരെ എന്റെ ട്രീസക്കുട്ടിയെ ഞാനൊന്ന് ഉള്ളി നോവിച്ചിട്ട് പോലുമില്ല. പക്ഷെ ഇന്ന് അതിന് കടന്ന് ആരെയും സ്നേഹിക്കാൻ പാടില്ല. അച്ഛനായാലും അമ്മയായാലും സഹോദരങ്ങളായാലും ഭാര്യ ആയാലും മക്കളായാലും ഒരകൽച്ച വേണം. അതായത് ഒരു വിടവ് വേണം. അതാണ് എന്റെ പോളിസി. അല്ലെങ്കിൽ ഇതേമാതിരി കടന്ന് വിഷമിക്കേണ്ടി വരും. കറക്റ്റ്. തിരുവനി പറഞ്ഞ കറക്റ്റാ, സത്യമാ. എവരെയൊക്കെ അതിര് കടന്ന് ഞാൻ സ്നേഹിച്ചു പോയി. അതാ ഞാൻ ചെയ്ത അബദ്ധം. എങ്ങടാ എങ്ങടാ? ബാത്റൂമിലേക്ക്. അവിടെ അവിടെ അവിടെ. തിരുവേലി ആ ബെറ്റൊന്ന് താഴെ ഇട്ടിടണം. അപ്പൊ അത് വീട്ടിലേക്ക്? നോ, ഇന്ന് എനിക്ക് അവളെയും കുഞ്ഞുങ്ങളെയും ഫേസ് ചെയ്യാൻ പറ്റില്ല.
അവര് തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് ഉറപ്പാ. ജോസൻ ഒന്നിൽ ആകെ വിരൽ പിടിച്ച മാതിരിയായിരുന്നു. ആ ചേച്ചി വെറും ഒരു പാവാണല്ലോ, പിന്നെന്താ ഇങ്ങനെ? പോട്ടെ, ഏതായാലും ഒരു പോണത് അവരോട് ചെന്നോളം പറഞ്ഞിട്ടുണ്ടല്ലോ, നീ പോണം. ക്രിസ്മസ് കഴിഞ്ഞ് അവർ പോകുമ്പോൾ അവരെ യാത്രയാക്കാൻ നമുക്ക് ഒരുമിച്ച് പോവാം. നിന്റെ അപ്പനോട് പറഞ്ഞ് വണ്ടി ഞാൻ ഓടിക്കാം. അതിനു മുമ്പ് നമ്മുടെ കാര്യം അപ്പനോട് പറയണം. ജോസനെ കൊണ്ട് പറയിപ്പിക്കാം. ആ, അണ്ണൻ പറഞ്ഞ അപ്പന്റെ ചൂടൊന്ന് കുറയും. അവരെ യാത്രയാക്കിയിട്ട് വണ്ടിയും കൊണ്ട് നമുക്ക് ഈ പഴനി മുഴുവൻ ഒന്ന് ചുറ്റണം. എന്താ ചിരിക്കുന്നേ? ഓരോരോ ആശകളെ. ഏയ് ആ, ഛെ. എന്താ അണ്ണൻ എവിടെ? അവിടെ അങ്ങോട്ടേക്ക് നോക്കല്ലേ. നീ മാറിക്കേ, മാറ്. കാണുന്നില്ലല്ലോ. ഞാൻ കണ്ടതാ. ദാ, നീ വരാൻ. എന്താ ഇവിടെ? ഇതെന്ന് തുടങ്ങി? ഏയ്, നീ എന്താ എന്നോട് പറയാഞ്ഞേ? ഓ, ഇതൊന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ. നീ ഒരു കാര്യം ചെയ്യ്, നേരെ ചേച്ചി അടുത്തേക്കല്ലേ, നിന്റെ അപ്പനെയും കൂട്ടി ഞങ്ങൾ അങ്ങോട്ട് വരാം. നിങ്ങളുടെ കല്യാണം നിശ്ചയം ഇന്ന് എന്റെ വീട്ടില്. ഓർഡറി ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ കാത്തിരുന്നു. എനിക്ക് മനസ്സിലായി ഞാനിവിടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരില്ലെന്ന്. ഞാൻ ഒരിക്കലും ചേട്ടന്റെ ജീവിതത്തിൽ ഒരു ശല്യമാവില്ല. അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോർക്കണം. ആരോടും പരിഭവമില്ല. മക്കളെ നന്നായി വളർത്തണം. കുടുംബത്തിൽ പൊറപ്പിക്കാൻ കൊള്ളരുതാത്ത ഈ ഉള്ളവളോട് ക്ഷമിക്കണം. മാപ്പ്. അമ്മച്ചി എവിടെ? അകത്തുണ്ട്.
ദൈവത്തിനും നിന്റെ ഒരു മുടിനാരുടെ പോലും ഞാൻ കൊടുക്കില്ല. ഈ ഭൂമിയിൽ എനിക്ക് നീ മാത്രമേ ഉള്ളൂ, നീ മാത്രം. നാളെ രാവിലെ 8 മണിക്കാ വണ്ടി. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്.